കോഴിക്കോടിനെ സംബന്ധിച്ചാണെങ്കിൽ വടകരയും കോഴിക്കോടുമൊക്കെ പ്രചരണ ചൂടിൽ ഇളകി മറിയുകയാണ്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഇന്ന് നടക്കും. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് നാളെ മുതൽ തുടക്കമാവുകയാണ്. എന്നാൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കെ ശൈലജ കൈവരിച്ച പ്രചരണ ദൂരം മറികടക്കാനാണ് യു.ഡി.എഫ് ക്യാമ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു. മേഘന, വലിയ രീതിയിലുള്ള പ്രചരണം, എല്ലാ വിഷയങ്ങളും ആയുധമാക്കിയുള്ള ഒരു പ്രചരണമാണ് വടകരയിൽ നടക്കുന്നത്. ഇന്നലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള നൈറ്റ് മാർച്ചിൽ ഇരു മുന്നണികളുടെയും നൈറ്റ് മാർച്ച് നടന്നു. വലിയ ജനപങ്കാളിത്തം രണ്ട് മാർച്ചുകളിലും ഉണ്ടായി. ഷാഫി പറമ്പിലും ശൈലജയും ഒരു മുഖവരിയും ആവശ്യമില്ലാത്ത നേതാക്കളാണ്. ബി.ജെ.പിയും പ്രചരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. എങ്ങനെയാണ് വടകരയിലൊരു പ്രചരണ ചൂട്? ലിബീഷ്, സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ജനപ്രിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം. ജനപ്രിയ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടികയൊക്കെ മുന്നേ വന്നതാണ്. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർ മണ്ഡലത്തിലെ പര്യടനം ഒരു ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു. വിവിധ കൺവെൻഷനുകളിൽ പങ്കെടുത്തുകൊണ്ടും വിവിധ കോളേജുകളിലും മറ്റും ജനങ്ങളെ കണ്ടുകൊണ്ടും വളരെ ജനപ്രിയമായ ഒരു പര്യടനമായി ശൈലജ ടീച്ചറുടെ പ്രചരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം കെ മുരളീധരന് പകരക്കാരനായിട്ടാണ് വളരെ വൈകി ഷാഫി പറമ്പിൽ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. വടകരയിലേക്ക് എത്തിയപ്പോൾ ഷാഫി പറമ്പിലിന് വലിയ സ്വീകരണം ലഭിക്കുന്നു, വലിയ ജനപിന്തുണ ലഭിക്കുന്നു. അങ്ങനെ യു.ഡി.എഫ് ക്യാമ്പും പ്രതീക്ഷയിലാണ്. പക്ഷെ പ്രചരണ കാര്യത്തിൽ ഷാഫി പറമ്പിൽ ഒരു പടി പിന്നിലാണ് എന്ന് പറയേണ്ടി വരും. ഇന്നലെയും ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. ശേഷം ഇന്നലെ രാത്രി വൈകി മണ്ഡലത്തിലെത്തുന്നു. ശേഷം പൗരത്വ ഭേദഗതി ബില്ലിന്റെ പ്രതിഷേധ പരിപാടികളുമൊക്കെയായിട്ട് മണ്ഡലത്തിൽ സജീവമാകുന്നു. ഇടതുമുന്നണിയും യു.ഡി.എഫും പ്രതിഷേധ പരിപാടിയുമായി മണ്ഡലത്തിൽ തലശ്ശേരിയിൽ സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നിരുന്നാലും ഇടതുപക്ഷത്തിനെ വെച്ച് നോക്കുമ്പോൾ യു.ഡി.എഫ് വളരെ വൈകി ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ പ്രചരണ കാര്യത്തിൽ കുറച്ച് പിറകിലാണ്. പക്ഷേ യു.ഡി.എഫിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വടകരയിലേക്ക് വരുമ്പോൾ സാമുദായിക വോട്ടടക്കം യു.ഡി.എഫിന് അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് യു.ഡി.എഫ് ക്യാമ്പുള്ളത്. മാത്രമല്ല ജനപ്രിയ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചറുടെ ഒരു ജനകീയ മുഖം പിടിച്ചുകെട്ടാൻ വേണ്ടി ഷാഫി പറമ്പിലിന് പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് യു.ഡി.എഫ് ക്യാമ്പുള്ളത്. പക്ഷേ ഈ സമവാക്യമൊക്കെ ഒത്തുചേരുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രചരണ കാര്യങ്ങളിൽ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് തന്നെ ഔദ്യോഗികമായിട്ട് ഒരു പ്രചരണ പരിപാടികളിലേക്കും മണ്ഡലത്തിലേക്ക് നേരിട്ട് ചെന്ന് പ്രചരണ പരിപാടികളിലേക്കും ഷാഫി പറമ്പിലും യു.ഡി.എഫ് ക്യാമ്പും കടക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പാർലമെന്ററി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വടകരയിൽ നടക്കുന്നുണ്ട്. മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. മാത്രമല്ല വിവിധ കൂത്തുപറമ്പും തലശ്ശേരിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിവിധ കോളേജുകളിൽ പങ്കെടുത്തുകൊണ്ടും കൺവെൻഷനുകളിൽ പങ്കെടുത്തുകൊണ്ടും പ്രചരണ പരിപാടി ജനകീയമാക്കാനാണ് യു.ഡി.എഫ് ക്യാമ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. ലിബീഷ്. ശരി മേഘന, വടകര പ്രചരണ ചൂടിൽ തിളച്ചുമറിയുന്നു. വിവരങ്ങളാണ് കോഴിക്കോട് നിന്ന് മേഘന മുരളി നൽകിയത്.